2016 കപ്പിനും ചുണ്ടിനുമിടയിൽ ബിജെപിക്ക് നഷ്ടപ്പെട്ട മണ്ഡലമാണ് മഞ്ചേശ്വരം. സപ്തഭാഷാ സംഗമഭൂമിയായ മഞ്ചേശ്വരത്ത് ഇത്തവണ താമര വിരിയുമോ? UDFിനും ബിജെപിക്കും LDFിനും പുറമെ SDPI കൂടി മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഇത്തവണ വിജയിക്കാൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് ബിജെപി. 2016 ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രൻ ലീഗിലെ അബ്ദുൾ റസാഖിനോട് വെറും 89 വോട്ടിനാണ് അന്നവിടെ തോറ്റത്. ബിജെപിയെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ചേശ്വരത്ത് 2021 സുരേന്ദ്രനെ ഇറക്കി താമര വിരിയിക്കാൻ നോക്കിയെങ്കിലും ശക്തമായ ത്രികോണ മത്സരത്തിൽ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയം വീണ്ടും ലീഗിനൊപ്പം നിന്നു. 2016 അപേക്ഷിച്ച് 2021 UDF 8888 വോട്ടും ബിജെപി 8252 വോട്ടും കൂടുതലായി നേടിയപ്പോൾ LDFിന് 2000-ഓളം വോട്ടിന്റെ കുറവാണ് മണ്ഡലത്തിലുണ്ടായത്. ഇടത് തരംഗം ആഞ്ഞടിച്ച ആ തിരഞ്ഞെടുപ്പിൽ CPMനുണ്ടായ വോട്ട് നഷ്ടം അന്ന് വലിയ ചർച്ചയായില്ലെങ്കിലും ഒരു ചോദ്യചിഹ്നമായി അവിടെ അവശേഷിക്കുന്നുണ്ട്. 2016 89 വോട്ടിനും 2021 745 വോട്ടിന്റെയും നേരിയ മാർജിനിൽ നഷ്ടപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സുരേന്ദ്രനെ തന്നെ വീണ്ടും ഇവിടെ ബിജെപി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ലീഗും ബിജെപിയും സമാനമായി വോട്ടുയർത്തുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ CPMന് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയും തോറും വോട്ട് വിഹിതത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടാകുന്നത്. 2021 SDPI പിന്തുണച്ചിട്ടും നേരിയ ഭൂരിപക്ഷത്തിലാണ് ലീഗിനവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇത്തവണ SDPI അവരുടെ ജില്ലാ നേതാവിനെ തന്നെ മത്സരത്തിനിറക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ഇരുപക്ഷത്തേക്കുമായി വിഭജിച്ചു പോകും. വിഭജിച്ചു പോകുന്ന ആ വോട്ടുകളാണ് ബിജെപിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. SDPI പിടിക്കുന്ന വോട്ടുകൾക്ക് ആനുപാതികമായി ലീഗിലെയും CPMലെയും അണികൾ ക്രോസ് വോട്ട് ചെയ്ത് ഇവരിൽ ഏതെങ്കിലും ഒരാൾക്ക് വോട്ട് മറിച്ചെങ്കിൽ മാത്രമേ മഞ്ചേശ്വരത്ത് വിടരാൻ കാത്തു നിൽക്കുന്ന താമര വാടിപ്പോകുകയുള്ളൂ. 4 സ്ഥാനാർത്ഥികളും കണക്കുകൾ കൂട്ടിയും കിഴിച്ചും മത്സരരംഗത്ത് സജീവമാകുമ്പോൾ മഞ്ചേശ്വരം ആരെ നിയമസഭയിൽ എത്തിക്കുമെന്ന് അവിടെയുള്ള വോട്ടർമാർ തീരുമാനിക്കട്ടെ.